ഇപ്പോഴത്തെ ജെൻസി ജനറേഷനും ഈ ഡിജിറ്റൽ ലോകം മടുത്തിരിക്കുകയാണ്. അതെ, നമ്മുടെ ഡിജിറ്റൽ ലോകം നമ്മൾ ശരിക്കും ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എന്നാൽ രസകരമായ കാര്യം എന്താണെന്നോ, എപ്പോഴും ഓൺലൈൻ ആയിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ ജെൻസി തലമുറ ഇപ്പോൾ തിരികെ നടക്കുകയാണ് പഴയ കാലത്തെ ആ മനോഹരമായ അനലോഗ് ജീവിതത്തിലേക്ക്. സ്മാർട്ട് ഫോണിനേക്കാൾ സ്മാർട്ടായ ഒരു ലോകം ഓഫ്ലൈനിൽ ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത് വെറുമൊരു ഫാഷൻ അല്ല, മറിച്ച് സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു വിപ്ലവമാണ്. ദി സയൻസ് ഓഫ് ഡിജിറ്റൽ ഫാറ്റിക്. എന്തുകൊണ്ടാണ് എപ്പോഴും ഇന്റർനെറ്റിൽ സജീവമായിരുന്ന ഒരു തലമുറ പെട്ടെന്ന് ഓഫ്ലൈൻ ആകാൻ ആഗ്രഹിക്കുന്നത്? ഇതിനെ നമുക്ക് ഡിജിറ്റൽ ഫാറ്റിക് എന്ന് വിളിക്കാം. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അറിയാതെ തന്നെ മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യും. കൂടാതെ ലൈക്കുകൾക്കും കമന്റുകൾക്കും വേണ്ടിയുള്ള കാത്തിരിപ്പ് വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊപ്പം സ്ക്രീൻ ടൈം കൂടിയതോടെ ഉറക്കമില്ലായ്മയും ഏകാഗ്രത കുറവും ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുമുണ്ട്. വെർച്വൽ ലോകത്തെ 1000 സുഹൃത്തുക്കളെക്കാൾ തന്റെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന ഒരൊറ്റ സുഹൃത്താണ് വലുതെന്ന് ഇന്ന് യുവതലമുറ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തരം നൊസ്റ്റാൾജിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. സ്മാർട്ട് വാച്ചിന് പകരം പഴയ വിന്റേജ് വാച്ചുകൾ, ഡിജിറ്റൽ ക്യാമറയ്ക്ക് പകരം ഫിലിം ക്യാമറകൾ, കിൻഡലിന് പകരം അച്ചടിച്ച പുസ്തകങ്ങളുടെ മണം, പാട്ടുകൾ കേൾക്കാൻ സ്പോട്ടിഫൈക്ക് പകരം പഴയ സിഡികളും വിനൈൽ റെക്കോർഡുകളും. എന്തിനേറെ പറയുന്നു, ഓരോ നിമിഷവും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നതിന് പകരം ആ നിമിഷം കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കാനാണ് ഇപ്പോൾ അവർ മുൻഗണന നൽകുന്നത്. ഈ പഴയകാല രീതികൾ അവർക്ക് നൽകുന്നത് ഒരുതരം റോ ഫീലും മനസ്സമാധാനവുമാണ്. നമ്മൾ ഇതുവരെ കേട്ടിരുന്നത് ഫോമോ എന്ന വാക്കാണ്, അതായത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ താൻ അറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന പേടി. എന്നാൽ ഇതിന് പകരമായി ജെൻസി ഇപ്പോൾ ജോമോ അഥവാ ജോയ് ഓഫ് മിഷൻ ഔട്ട് ആണ് ആഘോഷിക്കുന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ അറിയണമെന്ന വാശി ഉപേക്ഷിക്കുന്നതിലെ സന്തോഷം, അതാണ് ജോമോ. നോട്ടിഫിക്കേഷനുകൾക്ക് പകരം അവർ ഹോബികൾക്കായി സമയം കണ്ടെത്തുകയാണ്. പെയിന്റിംഗ്, ഗാർഡനിങ്, പാചകം തുടങ്ങിയ സർഗാത്മകമായ കാര്യങ്ങളിൽ അവർ മുഴുകുന്നു എന്നാണ് ഇത് വ്യക്തം. ഇത് വെറും നേരം പോക്കല്ല, മറിച്ച് ഡിജിറ്റൽ ലോകം കവർന്നെടുത്ത അവരുടെ ക്രിയേറ്റിവിറ്റി തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. ഇത് വ്യക്തിബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുവാനും സഹായിക്കുന്നു. അനലോഗ് ജീവിതത്തിലേക്ക് മാറുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ നിരവധിയുമാണ്. ഏറ്റവും പ്രധാനം മെച്ചപ്പെട്ട മാനസികാരോഗ്യമാണ്. സ്ട്രെസ് കുറയുന്നു, ഏകാഗ്രത വർദ്ധിക്കുന്നു, ഫോണിലെ ബ്ലൂ ലൈറ്റ് ഒഴിവാക്കുന്നത് വഴി മികച്ച ഉറക്കം ലഭിക്കുന്നു. കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പ്രകൃതിയോട് കൂടുതൽ അടുക്കുവാനും ഇത് സഹായിക്കുന്നുമുണ്ട്. സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നല്ല ഇതിനർത്ഥം, മറിച്ച് സാങ്കേതിക വിദ്യ നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതിലാണ്. അൺലോക്ക് ലൈഫ് സ്റ്റൈൽ എന്നത് ഒരു തിരിച്ചുപോക്കല്ല, മറിച്ച് ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ്. സ്ക്രീനിന് പുറത്ത് ഒരു വലിയ ലോകമുണ്ടെന്നും അവിടെയാണ് യഥാർത്ഥ സന്തോഷമെന്നും ജെൻസി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.